Hi, hello, it's me Arjun Farzana on Radio Neithal 107.8 from Neithal Talks. ഈ വീക്കെൻഡ് നെയ്തൽ ടോക്സിൽ നെയ്തൽ ടീമിനോടൊപ്പം ചേരുന്നത് ഒരുപാട് പേരുടെ ആനന്ദ കണ്ണീരിന് കാരണമായ ഒരാളാണ്. ഒരിക്കലും ഒത്തുചേർക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന പല ഫോട്ടോ ഫ്രെയിമുകളുടെയും റീക്രിയേഷന് കാരണമായ അജില ജനീഷ്. ആ പേരിനേക്കാൾ കൂടുതൽ സുപരിചിതമാവുന്നത് ഇൻസ്റ്റഗ്രാം ഐഡി ആയ കളർ പെൻസിൽ എന്ന പേരിലായിരിക്കും. വെൽക്കം ചെയ്യാം ഡിജിറ്റൽ ആർട്ടിസ്റ്റ് അജില ജനീഷ്. താങ്ക് യു. ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ തേടിച്ചെന്ന് ഒരാൾക്ക് സമ്മാനം നൽകുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന സന്തോഷം. അങ്ങനെ ഒരു സന്തോഷം നമ്മൾ അജിലയുടെ ഒരു റീലിൽ കുറച്ചു നാൾക്ക് മുമ്പ് കണ്ടതാണ്. ആ റീല് ഭയങ്കര വൈറലായിരുന്നു. യാത്രക്കിടയിൽ കണ്ട ഒരാളെ തേടിപ്പോയി പിന്നീട് അവരുടെ ഒരു ഫോട്ടോ വരച്ചു കൊടുത്ത ആ ഒരു നിമിഷം. എന്താണ് ചോമി അമ്മയുമായിട്ടുള്ള ആ ഒരു റീലിന് പിന്നിലെ കഥ? അത് നമ്മളൊരു ദിവസം വെറുതെ ഇങ്ങനെ കാട് കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ആന വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നപ്പോ നമ്മള് പേടിച്ചിട്ട് വണ്ടി തിരിച്ചു പോവാ. അപ്പോഴാണ് അമ്മ കാട്ടില് കുറച്ച് ആനയുടെ തൊട്ട് മുമ്പിൽ ഇപ്പുറത്ത് കുറച്ച് സൈഡിലായിട്ട് നിക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ഈ നമ്മള് പേടിച്ച് തിരിച്ചു പോവാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ആനേനെ പേടിയില്ലേന്ന് ചോദിച്ചപ്പോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ കുഞ്ഞാന്ന് പറഞ്ഞു. ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തിപ്പോയി. ആ ഒരു കാടുമായിട്ട് ജീവിക്കുന്നവരാണല്ലോ, അവർക്ക് പിന്നെ അങ്ങനെ അന്ന് നമ്മൾ എടുത്ത ഫോട്ടോ ആയിരുന്നു. പിന്നീട് അങ്ങനെ കൊടുക്കണം എന്ന് തോന്നി. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അത് ഫ്രെയിം ആക്കി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആ അമ്മയുടെ സന്തോഷം നമ്മളും കണ്ടതാണ് റീലിലൂടെ. അതെ, അങ്ങനെ എത്രയോ പേരുടെ സന്തോഷത്തിന് കാരണമായ ഒരാളാണ്. ഇങ്ങനെ ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ വിചാരിച്ചിരുന്നു ഞാൻ ഇത്രയേറെ പേരുടെ മനസ്സിൽ കീഴടക്കുമെന്ന്? ഒരിക്കലും ഇല്ല. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്തു തുടങ്ങിയതാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ പപ്പ അങ്ങനെ മരണപ്പെട്ട സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തു. അതായിരുന്നു വൈറലായത്. പിന്നീട് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അജില ചെറുപ്പം മുതലേ തന്നെ ഈ ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റിലേക്ക് വരണം എന്നൊരു ആഗ്രഹവും കൊണ്ട് നടന്നിരുന്ന ഒരാളാണോ? ഇല്ല, ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു. ഫൈൻ ആർട്സ് ആയിരുന്നു പഠിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ആദ്യം ട്രൈ ചെയ്തത്. അങ്ങനെ ആദ്യത്തെ വർക്ക് അതായിരുന്നു അല്ലേ? അതെ. കരിയറിന്റെ ആദ്യ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു ഇപ്പോൾ ഓർത്തു നോക്കുമ്പോൾ? ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും ക്യാൻവാസും ബോട്ടിൽ ആർട്ട് അങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിലും എനിക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡിജിറ്റൽ ആർട്ടിലേക്ക് കടന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അതാണ് സിറ്റുവേഷൻ. ഒരിക്കലും ഇനി സാധ്യമാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ഫ്രെയിം അജിലയുടെ എത്തി. അത് അജില ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചാണ് അജില കൊടുക്കുന്നത്. അതെ, ആ ഒരു ടൈപ്പ് വർക്ക്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ഏകദേശം 10,000-ന് മേലെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ 10,000-ന് മേലെ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യ അല്ല. അതെ, ഇങ്ങനെ ചെയ്തതിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്? ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോ ഓരോ വർക്കിനും ഓരോ രീതിയിലുള്ള എല്ലാം നമുക്ക് ടച്ച്ഡ് ആണ്. ഓരോ വർക്ക് കഴിയുമ്പോഴും ആ ഫോട്ടോയിലുള്ള ആളുകൾ ആരാണോ അവര് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അത്രയ്ക്കും ഇമോഷണൽ ആണല്ലോ എല്ലാം. അതുപോലെ ആണെങ്കിലും എനിക്ക് ഇപ്പൊ ഓർമ്മയില് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പയ്യൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഒരു ഏകദേശം ഒരു 24 വയസ്സ് പ്രായം വരുന്ന ഒരു 2 കപ്പിൾസിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഒരു കുഞ്ഞിനെയും അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ഫോട്ടോസ് ഒന്നും തീരെ ക്വാളിറ്റി ഇല്ല. ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഈ ആളുടെ ഫോട്ടോ വേറെ ഉണ്ടാവോന്ന് ചോദിച്ചപ്പോ ഇയാള് പറയുണ്ടായി, ഒരു പേഴ്സണൽ ആയിട്ട് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ആക്സിഡന്റില് മരണപ്പെട്ടതാണ്. ആ മരണപ്പെട്ട ആളുടെ ഹൃദയമാണ് ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂന്ന്. അതായത് കുഞ്ഞിന്റെ അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെടുന്ന സമയത്ത് അമ്മ പ്രഗ്നന്റ് ആയിരുന്നു 7 മാസം. അപ്പോ ആ മരണപ്പെട്ട ആളുടെ ഹൃദയം മാറ്റി വെച്ചു എന്നുള്ള ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഭയങ്കര അത് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ പയ്യൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യണ്ടായി. ആള് പറഞ്ഞു, ആ കുഞ്ഞിനെയും അമ്മയും ഞാൻ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. വീട്ടുകാരൊക്കെ എടുത്ത ഒരു തീരുമാനമായിരുന്നു അതെന്ന് പറഞ്ഞപ്പോ ശരിക്കും എന്തോ കണ്ണ് നിറഞ്ഞു പോയി. തീർച്ചയായിട്ടും
അങ്ങനെ അതാണ് ഇപ്പൊ ഒരു ഓർക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് രോമാഞ്ചം വരാന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വർക്കായിരുന്നു അത്. ആരൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ് ഇതെന്നല്ല, എല്ലാ കഥകളും അജില ഷെയർ ചെയ്യുന്ന ഓരോ റീൽസിലും അറിയാൻ കഴിയുന്നുണ്ട്. കമന്റ് സെക്ഷൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കും എത്രമാത്രമാണ് അജില എന്ന ആർട്ടിസ്റ്റിലൂടെ കയറാൻ കഴിഞ്ഞത് എന്ന്. ഈ കമന്റ്സ് ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ മോട്ടിവേറ്റഡ് ആവാറുണ്ടോ സ്വയം? തീർച്ചയായിട്ടും കമന്റ്സ് ഇരുന്ന് വായിക്കാനുള്ള ഒരു ടൈം കിട്ടാത്തൊരു ഇതും കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ സ്ക്രോൾ ചെയ്ത് കാണും, എല്ലാം നോക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ടും മെസ്സേജ് ചെയ്യുമ്പോ നമുക്ക് ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. ഈ ഒരു ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അജില ജനീഷ് ആരായിരുന്നു? ഞാൻ ഫൈൻ ആർട്സ് ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം ഇങ്ങനെയുള്ള ക്രാഫ്റ്റ്സ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു പോവായിരുന്നു. പിന്നെ ചെറിയൊരു മോൻ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് കയറുന്നത്. ആ ഒരു സമയത്ത് മോന്റെ കാര്യങ്ങൾ നോക്കുക, അതിനിടയിൽ ഈ വർക്കും എൻക്വയറീസിന് റിപ്ലൈ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും കൊറിയർ ചെയ്യുന്നതും പാക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. ഹസ്ബൻഡും വീട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്നാലും പിന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഓരോരുത്തരായി സ്റ്റാഫ്സിനെ ഒക്കെ വെച്ച് ഇപ്പൊ 11 പേരുണ്ട് മൊത്തം. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. ഒരു 11 സ്റ്റാഫ്സ് ഉള്ള ഒരു സംരംഭക കൂടിയാണല്ലേ? അതെ. രാഹുൽ ഗാന്ധി, ദിലീപ് ഏട്ടന്റെ ഫോട്ടോ, അനുശ്രീ, അങ്ങനെ ഒരുപാട് സ്റ്റാർസിന് എല്ലാം ഫോട്ടോസ് കൈമാറിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സൈറ്റഡ് ആയത് രാഹുൽ ഗാന്ധിക്ക് ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതൊരിക്കലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മനസ്സിൽ പോലും കരുതിയതല്ല. ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ വയനാട് കൽപ്പറ്റ സിദ്ദീഖ് MLA സിദ്ദീഖ് സാറാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോ ആളുടെ MLA ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ, നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു കൊടുത്തത്. ഭയങ്കര സന്തോഷായി ശരിക്കും. അത് കണ്ടപ്പോ രാഹുൽ ഗാന്ധിയും ആ ഒരു എക്സൈറ്റ്മെന്റ് മുഖത്ത് കണ്ട സമയത്ത് പറയാൻ വയ്യ, അത്രയും സന്തോഷം തോന്നി മനസ്സിന്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിൽ പിന്നെ കിട്ടിയതിൽ വെച്ചൊരു വലിയൊരു അംഗീകാരം കൂടിയായിരിക്കും ആ ഒരു നിമിഷം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും നടക്കുന്ന കരുതാത്തൊരു കാര്യമാണല്ലോ നടന്നത്. ഈ ഒരു ഫീൽഡ് ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം എന്താ? ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളാ കൊണ്ടുവന്നത്. കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പ്, നമുക്ക് ഓരോ റിലേഷൻ, അച്ഛൻ അമ്മ എല്ലാവരെയും അത്രത്തോളം പരിഗണിക്കണമെന്നും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് എപ്പോഴും നിലനിർത്തണം എന്നും, ഈ മരണം എന്നുള്ള സംഭവം നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് കടന്നു വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വ്യക്തി മരണപ്പെടുക, ഞാൻ ഇനിയിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നാളെ ഈ ഭൂമിയിൽ ഉണ്ടാവൂ എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തൊരു, അത്രയും അങ്ങനെ ഒരു കാര്യമാണെന്നുള്ളത് ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ഈ വർക്ക് എന്ന് പറയുമ്പോൾ. ദിനം പ്രതി ഈ മരണങ്ങൾ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് എപ്പോഴും ഒരു മരണചിന്ത മനസ്സിനുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ചിന്ത മനസ്സിലേക്ക് ഓരോ ഫ്രെയിംസിലൂടെയും കടന്നു വരികയാണല്ലേ? അതെ അതെ. ഓരോ വ്യക്തികളുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളെല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇപ്പൊ അടുത്തൊരു കുട്ടി കോണ്ടാക്ട് ചെയ്യുണ്ടായി. അപ്പൊ ആള് പറഞ്ഞു ഒരുപാട് കാലമായിട്ട് കളർ പെൻസിൽസ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്കും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് കരുതിയില്ല എന്നാണ് പറഞ്ഞത്, ആ കുട്ടിയുടെ ബ്രദർ മരിച്ച സമയത്ത്. അപ്പോ അതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണല്ലേ? നമ്മൾ പറഞ്ഞല്ലേ എല്ലാം ഇങ്ങനെ ഒരുപാട് കണ്ണീരുകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫോട്ടോ ഫ്രെയിം ഫില്ല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ലാസ്റ്റ് ആണ് നമുക്കൊരു പുഞ്ചിരി മനസ്സിൽ നിന്നും ചുണ്ടിലേക്ക് എത്തുന്നത്. ആ ഒരു നിമിഷം വരെ നമ്മളും ആ ഒരു ഫീലിങ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഫീൽഡ് നിർത്താം, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന്? ഒരിക്കലും ഇല്ല. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഈ കൂടുതലായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഈ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞെട്ടി എണീറ്റ് പോകും, അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആണ് ഞാൻ എപ്പോഴും. എനിക്ക് സങ്കടവും കാര്യങ്ങളും ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ പോയി തുടങ്ങിയപ്പോ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ പോവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എത്രയോ ആളുകളുടെ ഒരിക്കലും നടക്കാതെ പോയ സ്വപ്നങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിലും വലിയ ഭാഗ്യമായിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ ഇപ്പൊ കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേരുടെ, നമ്മൾ പലവട്ടം പറഞ്ഞത് തന്നെയാണ്, ഒരുപാട് പേരുടെ സന്തോഷ കണ്ണീരിന് ഇടയാക്കിയ ഒരാളാണെന്നുള്ളത്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്.
അജില ജനീഷിലേക്ക് കടന്നു വന്നാൽ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. അതെ അതെ. ലക്ഷദ്വീപിൽ പോയ റീലൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ ചെന്നിട്ടും അവിടുത്തെ ആളുകളുടെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഓ, അത് പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ടായി. അവിടെ ചെന്ന് കണ്ട ഒരുപാട് മുഖങ്ങള് ഫോട്ടോ എടുത്തത് ഫ്രെയിം ആക്കി കൊടുക്കുന്ന സമയത്ത് അവർക്കുണ്ടായ റിയാക്ഷൻസ് ഭയങ്കര സന്തോഷമായി. അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരാൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമുക്ക് ചെറിയൊരു സമ്മാനമാണെങ്കിലും അത് തരും. അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ ലക്ഷദ്വീപിലുള്ള ഒരു കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ട ആ ഒരു മോൾക്ക് സമ്മാനിച്ചപ്പോ ആളുടെ ഒരു റിയാക്ഷൻ അത്രയും മനസ്സിൽ തട്ടിപ്പോയി. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ കലാകാരരെന്ന്. പെൻസിലിലൂടെ അല്ലെങ്കിൽ ചിത്രത്തിലൂടെ വരച്ചു കൊടുക്കുന്ന അതൊരു മറ്റൊരാളുടെ മുഖത്ത് വരുന്ന ഒരു പുഞ്ചിരി അവർക്ക് നമുക്കറിയില്ല. നമുക്ക് പലവട്ടവും നമ്മൾ ഈ യാത്രകളിലുടനീളം കണ്ട് മറന്നു പോകുന്നവരെയൊക്കെ നമ്മളൊക്കെ മനസ്സിലായിരിക്കും സൂക്ഷിക്കുക. നിങ്ങളൊക്കെ അത് പേപ്പറിൽ സൂക്ഷിക്കുന്നതല്ലേ? അപ്പൊ ഇങ്ങനെ ഇത്രയധികം യാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലേ, യാത്രിക എന്ന നിലയിൽ ഇനി പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാണ്? യാത്രകൾ എന്നുള്ളതിലുപരി ഒരുപാട് സ്ഥലങ്ങൾ കാണുക, അവിടെയുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക, അവിടെയുള്ള കൾച്ചറും കാര്യങ്ങളും അതൊക്കെ അറിയാൻ, അതൊക്കെയാണ് എനിക്ക് കൂടുതലും ആഗ്രഹം. അവിടെയുള്ള ആളുകളുമായിട്ട് പെരുമാറുക, അവരുടെ കാര്യങ്ങൾ പഠിക്കുക, അതിനായിരുന്നു എനിക്ക് കൂടുതലും ഒരു താല്പര്യം. കരിയറിലേക്ക് കടന്നു വന്നപ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ? തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാത്തിനും അത്രയും കൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് പേരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ഡ്രോയിങ് കൊണ്ട് തന്നെ പല പല വേദികളിൽ എത്തട്ടെ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു.